रामाय रामभद्राय रामचन्द्राय वेधसे रामचन्द्राय वेधसे नमः। ओम नमो भगवते वासुदेवाय। एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। ओम गुरुभ्यो नमः। ओम संसरस्वती नमः। ओम ह्रीं नमः शिवाय। ओम श्री रामचन्द्रस्वामिने नमः। ओम आञ्जनेयाय महाबलाय नमो नमः। हरिश्री गणपते नमः। अविघ्नमस्तु। श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम रावणान्तक राम। श्रीराम मम हृदिरमदां राम राम। श्रीराघवात्मा राम। श्रीराम रमापते। श्रीराम रमणीय विग्रहा नमस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൻ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ. പണ്ട് മായാവി എന്നൊരു അസുരേശ്വരനുണ്ടായത് മയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നീടും ദശാന്തരേ. കിഷ്കിന്ധയാം പുരിപുക്കു വിളിച്ചിത് മർക്കടാധീശ്വരനാകിയ ബാലി. യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുട മുഷ്ടികൾ കൊണ്ട് താടിച്ചതു കൊണ്ടതി ദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടീനാൻ. വാനരസ്നേഷ്ടനും ഓടിയെത്തിയിടിനാൻ. ഞാനും അതു കണ്ട് ചെന്നിതു പിന്നാലെ. ദാനവൻ ചെന്ന ഗുഹയിൽ ഉൾപ്പുക്കിത് വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനിതിൽ പൊക്കിവൻ തന്നെ കൊടുക്കുവാൻ. നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരുകിൽ അസുരൻ മരിച്ചിടും. ചോര വരുകിൽ അടച്ചുപോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പൊക്കിത് ബാലിയും തത്ര വിലദ്വാരി നിന്നീനടിയനും. പോയതുകാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിത് ചോര വിലമുഖം തന്നിൽ നിന്ന് എന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൽ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ ബുക്കേടേനേൻ. മർക്കടവീരരും ദുഃഖിച്ചതുകാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതുകാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാന്തത. കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാൻ എന്നോർത്തു കോപിച്ച് ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു. ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാനെങ്ങും നീളെ നടന്നുരന്നിടും ദശാന്തരി. ബാലി വരികയില്ലത്ര ശാപത്തിനാൽ
ഋഷ്യമൂകാതിൽ വന്നിരുന്നിടിനേൻ വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടനാൻ ഊടനാകം മമ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുട വീടും പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. തൊൽപാദ പങ്കേരുക സ്പർശകാരനാൽ ഇപ്പോൾ അറിയവ് സുഖവുമുണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്രദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്ന് ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്ന് പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിത് രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോര് ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ല അവനോടമ്പലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്ന് കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചോരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ച് പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴച്ചെറിഞ്ഞത് രക്തവും വീണു മതംഗാശ്രമസ്ഥലി. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്ന് ഋഷിമുഖാചലത്തെങ്കിൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരിപൂക മദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കപീന്ദ്രനും. അന്നു തുടങ്ങി ഇവിടെ വരുവീല, ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു. മാനസേ ഭീതി കൂടാതെ നിരന്തരം ദുന്ദുബിതന്റെ തലയിതുകാൻ ഗുരുമന്ദരം പോലെ കിടക്കുന്നത് ഭവാൻ. ഇന്നിതെടുത്ത് എറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നതു കേട്ടു പിടിച്ചു രഘൂത്തമൻ. എന്നതു കേട്ടു ചിരിച്ചു രഘൂത്തമൻ. തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞിടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം എന്നതു കണ്ടു തെളിഞ്ഞു സുഗ്രീവനും. തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ട് നന്നു നന്നിന്ന് പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ, മന്നവാ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ 7 ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴനും വട്ടത്തിൽ നിൽക്കും ഇവറ്റെ ഒരു അമ്പേത് പൊട്ടിക്കൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടോര് സൂര്യാന്യോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചോറു സായകം ശോഭയോടെ തൊടുത്തീതരുളിടിനാൻ. സാലങ്ങൾ 7 പിളർന്നു പുറപ്പെട്ട് ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിച്ചു വന്നാസ് തൽതോണീരമൻപോട് പൊക്കോരനന്തരം. വിസ്മിതനായൊരു ഭാനോദനയനും സസ്മിതം കൂപ്പിത്തൊടുത് ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തോര് പുണ്യഫലോദയം കൊണ്ട് കാണാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷത്തിനായ ഭവാനി ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞ് അപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവമായ വിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തം ആനന്ദാനുഭൂതികരം പരം പ്രാപ്തോകമാകന്ത ഭാഗ്യബലോദയാൽ മണ്ണിനായി ഊഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ ധർമ്മദാന വ്രത തീർത്ഥ തപകൃതു കർമ്മ പൂർത്തീഷ്യാദികൾ കൊണ്ട് ഒരുത്തനും വന്നുകൂടാ. ബഹുസംസാരനാശനം നിർണയൻ തൊൽപാദ ഭക്തി കൊണ്ടെന്നെ തൊൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും തൊൽകൃപാബലം.
യാതൊരു തന്നെ ചിത്തം നീന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു. കാൽ ക്ഷണം പോലും എന്നാകിലവൻ തനിക്ക് ഒക്കെ നീങ്ങിയിടും അജ്ഞാനം അനർദ്ധരം. ചിത്തം ഭവാങ്കിൽ ഉറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേരി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റ് നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തയൊരാഗ്രഹമില്ലെനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധി. ത്വൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ട് മൽപാപം ഉൽപാടയ ത്രിലോകീപതി. ശത്രുമധ്യസ്ഥ മിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിത് ഭൂപതി. ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്ക് ഉൽപ്പന്നമായത് കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാമായ പ്രഭാവം ജഗൽപദേ. ത്വൽപാദ പങ്കജത്തിങ്കിൽ ഉറക്കേണം എപ്പോഴും ഉൾക്കാമ്പിനിഗ്രമാപ്പതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണം എന്നുടെ ജിഹ്വ സദാ നാണമെന്നേ. ത്വച്ചരണാംബോരുഖങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതി. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വൽപാദ പാംസു തീർത്ഥങ്ങളിൽ കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതി. ഭക്തിയ നമസ്കരിക്കായി വരേണം മുകുടുത്തമാങ്കം കൊണ്ട് നിത്യം ഭവൽപദം. യുദ്ധം പുകർന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്ത് പിടിച്ചു പുൽകിടിനാൻ. അംഗസംഗം കൊണ്ട് കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെത്തതാ മായാതത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കൂ കരുണാജലനിധി. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതിലോ സഖേ. ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിന് കാലം കളയരുതേതും ഇനിയെടോ. ബാലിയെ കൊന്ന് രാജ്യാഭിഷേകം ചെയ്ത് പാലനം ചെയ്തു കൊള്ളുവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്ന് കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ. ബാലിയും പൃഥ്വിരുഹവും മറഞ്ഞു നിന്നിടിനാർ. മിത്രഭാവേന രാമാദികളന്നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ. മിത്രതനേനും വക്ഷസീ കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനേനെ 100 വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായത്. രക്തമണിഞ്ഞ് ഏകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം ഒരു നേരം മിത്രാത്മജനേത് വൃത്രാരിപുത്രനേത് യുദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന സംഖ്യയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തില്ലത് നേരം. വൃത്രാരി പുത്ര മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരമാർത്തനായി വൃത്രാരിപുത്രനും ആലയം ബുക്കിത്. വിത്രസ്തനായി വന്നു മിത്രതനയനും. പൃഥ്വിരുഹാന്തികെ നിന്നരുളേടിന മിത്രാന്വയോത്ഭൂതനാകിയ രാമനോട് എത്രയും ആർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തതറിഞ്ഞില്ല ഞാൻ. അയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്ദ്രവടിത്താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തേൻ. അതും പുനരെത്രയും പാരം പിഴച്ചു ദയാനിധി.
സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണാഗത വത്സല. മിത്രാത്മജോക്തികൾ ഇത്തരമാകുലാൽ സുത്വാ രഘുത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാസു നേത്രനായ ആലിംഗനം ചെയ്തു ചിത്തേ ഭയപ്പെടാകേതും മമസകേ. അത്യന്ത രോഷവേഗങ്ങൾ കലർന്നോര് യുദ്ധമധ്യേ ഭവാന്മാരെ തിരയാന് മിത്രഘാതിത്വമാശങ്ക ഞാൻ. അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക നീ ചിത്തഭ്രമം വരായ്വാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവൻ ഇനി. ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ പുത്രവിനാശന പുത്രനാം അഗ്രജ മൃത്യുവശകതൻ എന്നുറച്ചിടൂ നീ. സത്യമിതമകം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ. രാമഭാഷിതം യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തി നീ ബദ്ധ്വാ വിരവോടയക്കെ യുദ്ധത്തിനായി. ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാൽ അയച്ചിടിനാൻ. വൃത്രാരിപുത്രനെ യുദ്ധത്തിനായിക്കൊണ്ട് മിത്രാത്മജൻ വിളിച്ചിടിനാൻ. പിന്നെയും ക്രുദ്ധനായി നിന്ന് കിഷ്കിന്ധാപുരദ്വാരി കൃത്വാ മഹാസിംഹനാദം രവിസുന ബദ്ധരോഷ വിളിക്കുന്ന നാദം തഥാ സുത്വാദി വിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാപരികരം യുദ്ധായ സത്വരോ. ബദ്ധവൈരം പുറപ്പെട്ടു ഒരു നേരത്ത് ഭർത്തുരഗ്രേ ചെന്ന് ബദ്ധാസുനേത്രയായി മധ്യേതെടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം. പുറപ്പെട്ടത് എന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്ക് അതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കിൽ പരാജിതനായി പോയ സുഗ്രീവനാശ് വന്നിടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട്. പിന്തുണ നിർണയം ബാലിയും താരയോടാശ് ചൊല്ലിടിനാൻ. ബാലേ ബലാലൊരു ശങ്കയുണ്ടാകുല കയ്യേച്ചിടു നീ വൈകരുതേതുമേ. നീയൊരു കാര്യം ധരിക്കണമോ മലേ. ശത്രുവായ ആരുള്ളതോർക്ക് സുഗ്രീവന് ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായി ഉണ്ടവൻ ഏകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനുമറിക നീ. ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ. ഭീരുവായി ഉള്ളിലടച്ചത് ചൊല്ലു നീ. വൈരിയെ കൊന്ന് വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാൾ അത് കേട്ടവനോട് വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാന്നത്തെങ്കിൽ നായാട്ടിനു പോയത് താനേ മമസുതനാമംഗതൻ. അന്നേരം കേട്ടോരു ദന്തം എന്നോട് ചൊന്നാൻ അതു കേട്ടിട്ട് ശേഷം യഥോചിതം പോകനീ. ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടേ. നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ. ദണ്ഡകാനനെ വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ച് തൽക്ഷണം ഋഷ്യമൂകാചലെ വന്നിതു. മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ. മിത്രമായി വാഴുകയെന്ന് അന്യോന്യമൊന്നിച്ച് സഖ്യവും ചെയ്തുകൊണ്ടാർ അഗ്നിസാക്ഷിയായി. ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരപുത്രനെ കൊന്ന് കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരം അർക്കതനേനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞ് സീതാദേവി തന്നെയും കാട്ടിത്തരുവൻ എന്ന് തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിരു. വന്നതിപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശ് സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളുക ഇളമയായി. യാഗിരാമം നീ ശരണമായി വേഗേന
പാഹിമാം അംഗദം രാജ്യം കുലഞ്ചതേൻ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ച് അങ്ങനെ താര നമസ്കരിക്കും. ഇതോ വ്യാകുലഹീനം പുണർന്ന് അനുരാഗവശേന് പറഞ്ഞിതു ബാലിയും. ശ്രീ സ്വഭാവം കൊണ്ട് പേടിയായേതുമേ നാസ്തി. ഭയം മമ വല്ലഭേ കേൾക്കനേ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോട് അവരെന്നു നിർണയം. രാമനെ സ്നേഹം എന്നോടുമില്ലാർക്കുമേ. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു. നാരായണൻ താൻ അവതരിച്ച് ഭൂമി പാടകരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണൻ ഏകൻ ആത്മാരാമനീശ്വരൻ. തച്ചരണാംബുജേ വീണു നമസ്കരിച്ച് ഇച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങി പോരുവൻ. മൽഗ്രഹത്തിങ്കിൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവനെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിൽ എന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്ക നീവേശ്മനി പുഷ്കരലോചനെ പൂർണ്ണഗുണാംബുധേ. യുദ്ധമാശ്വാസ്യ വൃത്രാരാദിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധ്വാപരികരം നിർഗമിച്ചിടിനാൻ. യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രുധ. താരയും അശ്രഗണങ്ങളും വാർത്ത് ആരൂഢതാപം അകത്തുപൊക്കിയിടിനാൻ. പല്ലും കടിച്ച് അലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചതു ബാലിയും. ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലർന്ന് നഖം കൊണ്ടും ആന്തിയും ചാടിപ്പതിക്കുകയും കൂടെ കുതിക്കുകയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കടിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും കൂടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലം താനുമുള്ളവർ ബാലി സുഗ്രീവ യുദ്ധത്തിനു വാദൃഢം. രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു സൈന്യങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരാർത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീലവാട്ടമൊരുത്തനും ഏതുമേ അച്ഛൻ കൊടുത്തോര് മാല ബാലിക്കുമുണ്ട്. അച്യുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിൽ എങ്കിലും ഭേദിച്ചത് അർക്കതനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്ന് സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയോ. അകൃതമുഷ്ടി പ്രകരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ട് കാരുണ്യം കലർന്ന് വേഗേന വൈകുണ്ഠൻ ദശരഥനന്ദനൻ ഭാരതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൃക്ഷചണ്ഡം മറഞ്ഞാസ് മാഹേന്ദ്രമാമസ്ത്രം തൊടുത്ത് വലിച്ചു നിറച്ചുടൻ വിദ്രുമാറ് അയച്ചരുളിയിടിനാൻ. ചെന്നര് ബാലിതന്മാരിൽ നിറച്ചളവ് ഒന്നങ്ങലറി വീണിടിനാൻ. ബാലിയും ഭൂമിയും ഒന്ന് വിറച്ചു തന്നേരത്ത് രാമനെ കുപ്പി സ്തുതിച്ചു മരുൾസുത. മോഹം കലർന്ന് മുഹൂർത്ത മാത്രം പിന്നെ മോഹവും തേർന്ന് നോക്കിയിടിനാൻ. ബാലിയും കാണായതഗ്രേ രഘുത്തമനെത്തതാ. ബാണവും ദക്ഷിണകസ്തേ ധരിച്ച് അന്യപാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമകുണം പൂണ്ട് ഇടംപെട്ട മാന്തത്തിങ്കിൽ വനമാലയും പൂണ്ട്. ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാതല ചവി പൂണ്ട ശരീരവും പക്ഷഭാഗി പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും അഞ്ജസാ കണ്ട് ഗർഹിച്ചു പറഞ്ഞതു ബാലിയും ഉണ്ടായ കോപഖേദാകുലചേതസാ. എന്തു ഞാനെന്ന് നിന്നോട് പിഴച്ചത്? എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ? വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട്
രാജധർമ്മം വെടിഞ്ഞ് എന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ട് ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊഴുത് ജയിക്കണമേവനും എന്തൊന്ന് സുഗ്രീവനാൽ കൃതമായതും എന്ത് മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും രക്ഷോപരന്തവ പത്നിയെ കട്ടതിന്ന് അർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തത് മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികുടാചലത്തോട് ശങ്കാവിഹീനം ദശാസിനോടും കൂടെ ബന്ധിച്ച് ഞാൻ അരനാഴിക കൊണ്ട് നിന്നന്തികെ വെച്ച് തൊഴുതേനു മാതരാൽ ധർമ്മിഷ്ഠനെന്ന് ഭവാനി ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതി ധർമ്മം എന്തോന്ന് ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാളനെ പോലും വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്ത് എന്നു പറക നീ വാനര മാംസം അഭക്ഷ്യമത്രീപത മാനസേ തോന്നിയത് എന്തിതു ഭൂപതേ യുദ്ധം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായി അരുൾ ചെയ്തൊരു കൂത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിന് ആയുധവുമായി നിർമത്സരം നടക്കുന്നിതു നീള ഞാൻ പാപിയായോരും അധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചത് ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയാഞ്ഞതുമിടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവും ഏതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം അത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചേറ്റം മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി നടത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലന്മാർ നടക്കുമെല്ലാടവും ഏറെ പറഞ്ഞ് പോകായിക അവരോടതും പാപത്തിനായി വരും പാപികൾക്ക് ഏറ്റവും യുദ്ധമരുൾ ചെയ്തൊക്കവേ കേട്ടാശ് ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവമകന്ന സസംഭ്രമം ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചൊല്ലിനാൻ യുദ്ധം മാം അപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണ നിന്തിരുപടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോട് ക്ഷമിക്കണം നിന്തിരുമേനിയും കണ്ട ആശ നിന്നന്തികെ താവകമായ ശനമേറ്റു ദേഹം ഉപേക്ഷിപ്പതിന് യോഗം വന്നതാകന്ത ഭാഗ്യമെന്തോന്ന് ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദോ തവ ദർശനം ശ്രീപദേ നിന്ദുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താമം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷനെ മോക്ഷം ലഭിക്കുന്ന ആകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്കരനായ ഭഗവാനെ കണ്ട് അൻപോട് നിന്നുടെ സായകം കൊണ്ട് മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായത് എന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നത് ഈശ്വര നാരായണൻ നിന്തിരുവടി ജാനകിയും താരൽ മാതാവായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശ് പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമാം. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ.